നവീകരിച്ച് ഒരാഴ്ചക്കകം തകർന്ന കോഴിക്കോട് എരഞ്ഞിമാവ് മാവൂർ റോഡിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്കെത്തിയ കരാറുകാരനെയും തൊഴിലാളികളെയും നാട്ടുകാർ തടഞ്ഞു. റോഡ് തകർന്നതിൽ PWD വിജിലൻസ് വിഭാഗം നടത്തുന്ന അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയുടെ ഭാഗമാണ് മാവൂർ കൂളിമാട് റോഡ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി മുടങ്ങിയ റോഡിന്റെ അവസ്ഥ 24 വാർത്തയാക്കിയതോടെയായിരുന്നു 8 കിലോമീറ്റർ ഭാഗം ടാർ ചെയ്തത്. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയിലെ യാത്രാ ദുരിതം കഴിഞ്ഞ ദിവസം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇപ്പോഴിതാ നടപടി ഉണ്ടായിരിക്കുന്നു. ആ വിഷയത്തിൽ കൂളിമാട് മുതൽ എരഞ്ഞിമാവ് വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആംബുലൻസുകൾക്കുൾപ്പെടെ ഇനി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. യാത്രാ ദുരിതത്തിന് അറുതിയായി എന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ അതിന് ഏറെ ആയുസ് ഉണ്ടായില്ല. 6 കോടി ചിലവഴിച്ച റോഡിന്റെ പലയിടങ്ങളിൽ ടാർ ഇളകുകയും ടാറിങ് തെന്നി നീങ്ങുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം രൂപപ്പെട്ടത്. സംഭവം വിവാദമായതോടെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിവിധയിടങ്ങളിൽ വിജിലൻസ് മൊബൈൽ യൂണിറ്റ് എത്തി സാമ്പിൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ പരിശോധന നടത്താത്ത ഇടങ്ങളിലാണ് ഇന്ന് ടാറിംഗ് നടത്താൻ ശ്രമം നടന്നത്. അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള അറ്റകുറ്റപ്പണിയാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. വണ്ടി വന്ന് ഇങ്ങനെ പോയി എന്നല്ലാതെ ഒരു ഇതും ഇവിടെ ചെയ്തിട്ടില്ല. അതേമാതിരി അത് ആ റോഡ് പൊളിഞ്ഞും പോണ്. അതല്ലാതെ കണ്ട് വേറെ ഒന്നും ഇവിടെ ഒരു ചുക്ക് അവർ ചെയ്തില്ല. 6 കോടി വാങ്ങി കീസെടുത്തുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അറ്റകുറ്റപ്പണി അന്വേഷണത്തെ ബാധിക്കില്ലെന്നാണ് PWD വ്യക്തമാക്കുന്നത്. വർക്കെല്ലാം സ്റ്റേ ചെയ്ത പോലെ നിർത്തിവെച്ചിട്ടില്ല. പിന്നെ അവർ വന്ന് സാമ്പിൾ എടുത്ത് പോയി അതിൻ്റെ റിപ്പോർട്ട് പാരലായിട്ട് വരും. ഇത് പിന്നെ അതുവരെ ഈ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. കരാറുകാരാണ് ചെയ്യുന്നത്, സ്വന്തം ചെലവില. വേറെ ഡിപ്പാർട്ട്മെന്റ് പിന്നെ പണം കൊടുക്കുന്നില്ല അതിന്. എത്ര മൂടി വെച്ചാലും നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതിനോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്ത് പോയില്ല. ഞങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾ ഈ 2.5 വർഷവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാം. കഴിഞ്ഞ 7.5 വർഷക്കാലം LDF ഗവൺമെൻറ് വന്നപ്പോൾ ഈ മേഖലയിൽ പൊതുമരാമത്ത് വകുപ്പ് മേഖലയിൽ വന്ന പൊതു മാറ്റങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഇത്തരം വിഷയങ്ങളോട് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല. പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ജനങ്ങളെ ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു ശരിയായ സംഭവമല്ല, അവർ ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് AXC ഒക്കെ വന്നിട്ട് എന്താ തീരുമാനം ജനങ്ങളും കൂടി ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കാൻ പറ്റും. സാധാരണ PWD റോഡുകൾക്ക് 8 സെന്റിമീറ്റർ കട്ടി വേണമെന്നാണ് നിബന്ധന. ഇവിടെ അത് 4 സെന്റിമീറ്റർ ആണ്. അഴിമതിക്ക് ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇത് ജനങ്ങളാണ് ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നതാണ് നമ്മൾ കണ്ടത്. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണെന്ന സർക്കാർ നയം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയായിരുന്നു കോഴിക്കോട് എരഞ്ഞിമാവിലെ ജനങ്ങൾ. പൊതുമരാമത്ത് കരാർ പ്രവർത്തികളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിൽ ഇനിയെങ്കിലും PWD അധികൃതർ ജാഗ്രത പാലിക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. റോഡ് പൊളിയുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് പ്രകാരം വിജിലൻസ് വരികയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വിജിലൻസ് വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ PWD വിഭാഗം പെട്ടെന്ന് ധൃതി പിടിച്ച് വന്നിട്ടാണ് റിപ്പയർ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊളിച്ചപ്പോഴാണ് നമ്മൾ കാണുന്നത് റോഡിന് ആ തിക്നെസ് പോലുമില്ല. വ്യക്തമായ അഴിമതിയല്ല ഇത്. 1 മീറ്ററിന് 75,000 രൂപയാണ്. ഒരു 5,000 രൂപയുടെ പണി പോലും ഇവിടെ ചെയ്തിട്ടില്ല. 8 ഇഞ്ച് കനത്തിലായി റോഡ് വേണ്ടത്. ഇത് പണി തുടങ്ങിയതിനേക്ക് ഒരു 10-20 ദിവസമായിട്ടുള്ളൂ. ആ ദിവസത്തിനുള്ള ഈ റോഡ് പല ഭാഗത്തും പൊളിഞ്ഞിരിക്കുക. അപ്പോൾ കരാറിൽ പറഞ്ഞതിനനുസരിച്ച് ഈ റോഡിന് വർക്ക് നടക്കുന്നില്ല. ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് 2-3 വർഷം ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് പൈപ്പ് ലൈനൊക്കെ പൊളിച്ചിട്ടതിന് ശേഷം വളരെ മുറവിളി കൂട്ടിയതിന് ശേഷമാണ് ഈ റോഡ് ഞങ്ങൾക്ക് കിട്ടിയത്, ഈ രീതിയിൽ ടാറിങ് ചെയ്തത്. അപ്പോൾ മന്ത്രി ഇടപെട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിജിലൻസ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ വന്ന് ആ ഒരു തീരുമാനം ആവാതെ പൊളിച്ചതുകൊണ്ടുള്ള ഒരു ജനരോഷമാണ് ഈ കാണുന്നത്. പാച്ച് വർക്കല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ 6 കോടി മുടക്കി ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ചെയ്ത ഈ ടാറിങ് മുഴുവനായും എടുത്തു മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ ഈ ടാറിങ് ചെയ്യണമെന്നാണ്, വീണ്ടും ടാറിങ് ചെയ്യണമെന്നാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്.
നല്ല റോഡുകൾ ഉണ്ടാകട്ടെ, നല്ല വഴിയിലൂടെ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ. നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ആരോഗ്യ മേഖലയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി മരുന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നാണല്ലോ പറയുന്നത്, എന്നിട്ട് എന്താണ് ഇങ്ങനെ വാർത്ത നൽകുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരുണ്യ പദ്ധതി വഴി സഹായം കിട്ടാത്ത കാര്യമാണ് റഹീം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അജിത് മെട്രോ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് അത്തരത്തിൽ ഒരു പ്രതികരണം. അതൊരു പക്ഷേ പരിഹാസ രൂപേണയാണെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും വാർത്തകളിൽ സജീവമായി തന്നെ ജനങ്ങൾ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.